Hi friends, welcome back to Allis Utopian Bowl. ഇപ്പോൾ എല്ലാവരും നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോടുകൂടി നല്ല കരുത്തോടുകൂടി വളരാനും വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങളും ട്രൈ ചെയ്യുന്നതിൻ്റെ പുറകിലാണല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും നാച്ചുറലായിട്ട് ട്രൈ ചെയ്യുന്നതാണ് നമ്മുടെ ഹെയറിനും നമ്മുടെ ഹെൽത്തിനായാലും ബെറ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ നാച്ചുറലായിട്ട് അതുപോലെ നമ്മൾ ആവശ്യമില്ലാണ്ട് വെറുതെ വലിച്ചെറിയുന്ന സാധനം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ ഡേ എന്ന് മാത്രമല്ല ഇത് മുടി നല്ല കരുത്തോടുകൂടി നല്ല തഴച്ച് വളരാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാവും. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പോലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഒരുപാട് ബേബി ഹെയറൊക്കെ വന്ന് നിറയാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാവും. അതുപോലെ മുടി ഇടതൂർന്ന് വളരാനും ഒരുപാട് യൂസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. നമ്മൾ മാസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 തവണയെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള റിസൾട്ട് നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുമേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ചിരട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ തലയോട്ടിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു 3 എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 1 അല്ലെങ്കിൽ 2 സ്പൂൺ ആ ഒരു റേഞ്ചിലായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കത്തിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പിലൊക്കെ വെച്ച് കത്തിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം. നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കത്തിച്ച് അതിൻ്റെ ആ കരി ഒന്ന് എടുക്കാവേ. ഇതിൻ്റെ കരി ഉണ്ടല്ലോ നമ്മുടെ തലയോട്ടി നല്ല രീതിയിൽ മുടി വളരാനും അതുപോലെ തന്നെ വളർന്നു വരുന്ന മുടിക്ക് നല്ല രീതിയിൽ കറുത്ത നിറം നല്ല ഡാർക്കായിട്ടുള്ള നിറം കൊടുക്കാനും വളരെ ഹെൽപ്ഫുൾ ആവേ. അപ്പോൾ ഞാനൊരു അല്പം കർപ്പൂരം വെച്ചിട്ടാണ് കേട്ടോ അത് കത്തിച്ചെടുക്കുന്നത്. കാരണം ഞാനിവിടെ ഗ്യാസ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് അടുപ്പത്ത് വെച്ച് ചെയ്യാനും പറ്റത്തില്ല. അതുമല്ല നമ്മുടെ ഹെയറിനായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്നൊന്ന് കത്തിച്ചിട്ട് വരാവേ. ഇവിടെ 2 എണ്ണം വെച്ചിട്ടുണ്ട്, 1 എണ്ണം കൂടി കത്തിച്ചെടുക്കാവേ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു സംഭവം കൂടി തയ്യാറാക്കി എടുക്കാം. ഇനി വേണ്ടത് അലോവേരയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ്. അലോവേര നല്ല കട്ടിയായിട്ടുള്ള ലീഫൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കേ. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള, അതായത് ഇതിൽ നല്ല രീതിയിൽ ജെല്ല് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ നമുക്കറിയാം അലോവേര ഇത് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഈ ഭാഗത്തുനിന്ന് കണ്ടോ ഒരു യെല്ലോ കളറിലുള്ള ഒരു ദ്രാവകം വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മുടെ ഫേസിനായാലും നമ്മുടെ ഹെയറിനായാലും അലർജിക്ക് കാരണം ഉണ്ടാവും. അപ്പോൾ അത് കാരണം അത് മുഴുവൻ ഒഴുകി പോയ ശേഷം മാത്രം വേണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടും യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മുടെ ചിരട്ട എല്ലാം കത്തി തീർന്നിട്ടുണ്ട്. ഞാൻ 3 ചിരട്ട കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് കത്തി തീർന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയ ശേഷം വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. കണ്ടോ ഇതിപ്പോൾ ഇത്രയും ഇതായപ്പോഴത്തേക്കും ഒരു 1 അല്ലെങ്കിൽ 2 സ്പൂണിനകത്ത് ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടുള്ളേ. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചിരട്ടയുടെ എണ്ണം കൂട്ടണേ. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ തരികൾ കൊണ്ടുണ്ടോ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് കുറച്ച് അളവ് ഇത് കാരണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ചെറിയ ഇടികല്ലുകൊണ്ട് വെച്ച് ഒന്ന് പൊടിച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാവേ. ഇപ്പോൾ ഞാൻ അലോവേര കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ യെല്ലോ ഒക്കെ പോയി ഞാൻ ഇതുപോലെ ഒന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ നന്നായിട്ട് വാഷ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നന്നായിട്ട് ക്യൂബ്സാക്കി കട്ട് ചെയ്യുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ജെല്ലൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ആ സൈഡ് ഉണ്ടല്ലോ 2 സൈഡും ഒന്ന് ആ മുള്ള് വരുന്ന ഭാവമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ എടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ജെല്ലൊക്കെ വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നാച്ചുറൽ അല്ലാണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാവേ. ഇനി നമുക്ക് ഇതുപോലെ 2 അതായത് ആ ഗ്രീൻ കാണുന്നില്ലേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് അതിനകത്തുള്ള ജെല്ല് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഒട്ടും തന്നെ വേസ്റ്റ് ആവാണ്ട് കിട്ടുവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി വേറെ മെത്തേഡ്, ഇത് ജെല്ല് റിമൂവ് ചെയ്യുന്നതൊക്കെ വേറെ ഈസി ആയിട്ടുള്ള മെത്തേഡ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ. ഇനി ഞാനിതിനെ തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചേക്കുവാണേ. അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് വാഷ് ചെയ്ത് നല്ല ക്ലീനാക്കി എടുക്കാവേ. ഇനി എല്ലാം അതുപോലെ മാറ്റി നന്നായിട്ടൊന്ന് ക്ലീനാക്കി വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഹെയറിന് എപ്പോഴും നമ്മുടെ നാച്ചുറലായിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അതാണ് അങ്ങനെ പറയാൻ കാരണം. ഇനി നമുക്ക് ഇതിനൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് ജെല്ലായിട്ടല്ല കിട്ടുന്നത്. നമ്മളിത് അരയ്ക്കുമ്പോഴത്തേക്കും ജ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ ക്യൂക്കമ്പർ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കത്തില്ലേ, ആ ഒരു ജ്യൂസിൻ്റെ ആ ഒരു ഇതിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് കണ്ടോ ഇതുപോലെ ജ്യൂസായിട്ടായിരിക്കും കിട്ടുന്നത്. അതിന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഇതുണ്ടല്ലോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അതും കൂടി 1 അല്ലെങ്കിൽ 2 എണ്ണം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്.
ഇത് പിന്നെ നല്ല തണുപ്പ് കാരണം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നേരമൊന്നും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കാൻ പാടുള്ളതല്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി നമുക്ക് നോക്കാവേ. ഇപ്പോൾ ഞാൻ ആ ചിരട്ടക്കരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 സ്പൂണിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ നെല്ലിക്കപ്പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല പ്യൂറായിട്ടുള്ളത്, അതായത് അതിൽ കുറേ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് വരില്ല, അങ്ങനെ ഇല്ലാത്തത് നോക്കി വേണം കേട്ടോ മേടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് 1 സ്പൂൺ തികച്ച് നെല്ലിക്കപ്പൊടി കൊടുക്കുന്നില്ല. ഈ നെല്ലിക്കപ്പൊടിക്ക് പകരം നമുക്ക് നമ്മുടെ നാച്ചുറലായിട്ടുള്ള നെല്ലിക്ക കിട്ടുവാണെങ്കിൽ അത് അരച്ച് ചേർത്താലും മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് ഭൃംഗരാജ പൗഡറാണ്. ഇത് നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, തികച്ചും കെമിക്കൽ ഫ്രീ ആണ്, പ്രിസർവേറ്റീവ്സ് ഫ്രീ ആണ്, അമോണിയ ഫ്രീ ആണ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇല്ലാണ്ട് ഉള്ളത് നോക്കിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതും ഞാൻ 1 സ്പൂൺ തികച്ച് ഇട്ട് കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ ചിരട്ടക്കരി 2 സ്പൂൺ ആണെങ്കിൽ ബാക്കി കൊടുക്കുന്നതൊക്കെ 1 സ്പൂൺ തികച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആ ഒരു കറക്റ്റ് അളവിന് കൊടുത്ത് 1 സ്പൂൺ 1.5 സ്പൂൺ അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ചിലരിതിൽ കോഫി പൗഡർ ഇടുന്നതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഫി പൗഡർ ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇടാം. പക്ഷേ കോഫി പൗഡർ ഇടുന്നത് കൊണ്ട് ഹെയറിന് വലിയ കളർ അങ്ങനെ കിട്ടുമെന്നുള്ള ആ ഒരു ഇതെനിക്കില്ല. അതുകൊണ്ടാണ് കോഫി പൗഡർ ഞാൻ ആഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി അലോവേറ ജെല്ല് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ കട്ടൻ ചായ ഉണ്ടല്ലോ അത് നല്ല കട്ട കറുപ്പാക്കി ആ ഒരു വെള്ളം നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് വയ്ക്കേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടിയിലാണ്. അപ്പോൾ ഇരുമ്പ് ചട്ടി ഇല്ലാത്തവരെന്ത് ചെയ്യുമെന്നല്ലേ, അപ്പോൾ ഇതുപോലത്തെ ഒരു ആണി, അതായത് ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു പീസ് നമ്മുടെ ആ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ വെക്കുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് തന്നെ കിട്ടുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആ ഇരുമ്പ് പാത്രമൊന്നും ഇല്ലാത്തത് കാരണം ഞാനൊരു ഇരുമ്പിൻ്റെ ആണി അതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്നിൽ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചിരിക്കണം. അപ്പോൾ ഇത് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് കണ്ടോ. ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു അംശം അതിൽ ആ ഒരു ഷൈനിങ് ആയിട്ട് നിൽപ്പുണ്ടല്ലേ. പിന്നെ നമ്മൾ ഇതിപ്പോൾ അലോവേറയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലേ. അത് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ എല്ലാവരിലും നല്ല റിസൾട്ട് തരത്തില്ലേ, അതായത് സ്മൂത്തനിങ്, ഹെയർ സ്ട്രൈറ്റനിങ്, അതുപോലെ നാച്ചുറൽ അല്ലാത്ത ഹെയർ ഡേ ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, അങ്ങനെയുള്ളവരുടെ ഹെയറിൻ്റെ ആ ഒരു പ്രോട്ടീൻ സ്റ്റാർച്ചൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇത് റിസൾട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നല്ല രീതിയിൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കണേ. ഓയിലിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കാണാനേ പാടില്ല, അങ്ങനെ ഉണ്ടെങ്കിലും റിസൾട്ട് കിട്ടത്തില്ലേ. വാഷ് ചെയ്യാനായിട്ട് നമ്മൾ താളിയൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അതുപോലെ യൂസ് ചെയ്ത ശേഷം ഒരു 1.5 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്ത ശേഷം വേണം ഒന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട്. കുഞ്ഞുമക്കളിൽ ബേബി ഹെയറൊക്കെ വന്ന് നിതാന്ന് പറയുന്നതിന് നിറയെ ഇത് ആ മാസത്തിൽ ഒരു 3 വട്ടമെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. നല്ല തിക്കായിട്ട് മാറാൻ വളരെ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ്. അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ മുഴുവനും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് രീതിയിൽ തന്നെ യൂസ് ചെയ്താൽ ആ ഒരു റിസൾട്ട് എല്ലാവർക്കും കിട്ടും. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.